ജയിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഒരു സമനില മതിയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് മുന്നേറാൻ. എന്നാൽ അതും ഉണ്ടായില്ല. മുംബൈ സിറ്റിയെ കൊണ്ട് ഗോളും അടിപ്പിച്ചില്ല. പകരം ബ്ലാസ്റ്റേഴ്സ് സെൽഫ് ഗോൾ അടിച്ചു. മുംബൈ സിറ്റി ജയിച്ചു, സെമിയിലേക്ക് മുന്നേറി. ബ്ലാസ്റ്റേഴ്സിന് ഇനി തിരികെ പോരാം. സൂപ്പർ കപ്പിലെ നിർണായക മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് മുംബൈ സിറ്റിയോട് തോറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തായി. ഇന്ന് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ മികച്ച ഫുട്ബോളാണ് ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. എന്നാൽ ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ അനാവശ്യമായി രണ്ടാമതും യെല്ലോ കാർഡ് വാങ്ങി സന്ദീപ് സിംഗ് പുറത്തായി. രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധ ഫുട്ബോളാണ് കളിച്ചത്. മുംബൈ ആണെങ്കിൽ അറ്റാക്കിങ്ങിലേക്ക് തിരികുകയും ചെയ്തു. നോറയുടെ മികച്ച സേവുകളൊക്കെ മത്സരത്തിലുണ്ടായിരുന്നു. എന്നാൽ അവസാന നിമിഷങ്ങളിൽ ഗോൾ വഴങ്ങുന്ന പതിവ് രീതി ബ്ലാസ്റ്റേഴ്സ് ആവർത്തിച്ചു. 89-ാമത്തെ മിനിറ്റിൽ ഫ്രെഡിയുടെ കാലിൽ തട്ടി ഗോൾ വലയിലേക്ക് കടക്കുമ്പോൾ തലയിൽ കൈവച്ചിരിക്കാനേ ബ്ലാസ്റ്റേഴ്സിനും ആരാധകർക്കുമായുള്ളൂ. എപ്പോഴും ബ്ലാസ്റ്റേഴ്സിന്റെ അന്തകനാകുന്ന ഡയസ് തന്നെയാണ് ഈ ഗോളിന് പിന്നിലും. അങ്ങനെ സമനില കിട്ടിയാൽ പോലും മുന്നേറാമായിരുന്ന മത്സരം തോറ്റ് ബ്ലാസ്റ്റേഴ്സ് പുറത്തായി. ഇന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ 11-ൽ ഇറങ്ങിയത് നോറ ഫെർണാണ്ടസ്, സഹീഫ്, ബിഗാഷ്യൂനം, ഇവാൻ റോഡ്രിഗസ്, സന്ദീപ് സിംഗ്, ലൂണ, ലഗാത്തോർ, നോസദോയ്, കോറു സിംഗ്, തിയാഗോ, ഒബിയറ്റ എന്നിവരൊക്കെയായിരുന്നു. ISL നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇതുവരെ ഒരു ഉറപ്പുമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു സീസൺ കൂടി നിരാശയോടെ ബ്ലാസ്റ്റേഴ്സ് അവസാനിപ്പിച്ചു എന്ന് പറയാം.